നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി തമ്മനയിൽ കണ്ടപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവില്ല. വേറെ ഒന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചിമ്പുളി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. നമ്മൾ എടുക്കണ വളംപുളി ഉണ്ടല്ലോ, അതിൽ കുരുവും പിന്നെ അതിൻ്റെ ആ ഞരമ്പുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് നല്ല വൃത്തിയിൽ എടുത്തോളൂ. എന്നാലാണ് ഞാൻ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വീഡിയോയിൽ എടുത്തെടുത്ത് പറയണ്ടെങ്കിലും പറയാണ്. ഒരു പിടി നമ്മുടെ കൈ കൊണ്ടൊക്കെ ഒരു പിടി നല്ല ചതച്ചിട്ടുള്ള നാടൻ ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ കായം അത്യാവശ്യത്തിന്, പിന്നെ ഉപ്പ്, ഈ 3ഉം അത്യാവശ്യത്തിന് ഉണ്ടാവണം. എന്നാലാണ് ഇഞ്ചിമ്പുളിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഞാൻ ശർക്കര ഒരു 4 ടേബിൾ സ്പൂണും കൂടി ചതച്ചിട്ട് ഞാൻ നിങ്ങൾ കാണാതെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിമ്പുളിയിൽ. ഇവിടെ നല്ല മധുരം വേണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ, വേറെ ആർക്കും അല്ല, മധുരം വേണം ഇഞ്ചിമ്പുളിയിൽ. അതുകൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കേട്ടോ നമുക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ പറയണതല്ല, വെറുതെ ഒരു രസത്തിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അങ്ങനെ പറയണതല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ആകെ എടുക്കണു ടിൻറ്റുമോൻ അല്ലേ, അതാണ് അവസ്ഥ. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പറ്റുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തോളോ. ഇഷ്ടമായില്ലെങ്കിൽ എന്താ ഞാൻ പറയാറ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇഞ്ചിമ്പുളി തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ ഇഞ്ചിമ്പുളി തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ പുളി എടുത്തിട്ടുണ്ട്, വാളംപുളി ഇട്ടാ, പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. പുളിയുടെ കാര്യം പറയാനാണെങ്കിൽ കുരുയൊന്നും ഇല്ല, നമ്മുടെ വീട്ടിൽ കുത്തിയെടുത്ത പുളിയാണ് കേട്ടത്. കുറെ നാൾ പഴക്കമുള്ള പുളിയാണ്. അതാണ് ഇങ്ങനെ നല്ല കറുത്ത കളർ. ഈ പുളി വെച്ചുണ്ടാക്കിയ നല്ല കളർ ഉണ്ടാവും ഇഞ്ചിമ്പുളിക്ക്. പിന്നെ കുരുയൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ നാരൊക്കെ ഉണ്ടല്ലോ, ഈ നീണ്ടിരിക്കുന്നത് പുളിയുടെ, അതൊന്നും ഇല്ല. അതൊന്നും ഇല്ലാതെ വൃത്തിയിൽ കുത്തിയെടുത്തിട്ടുള്ള പുളിയാട്ടാ. നിങ്ങൾ എടുക്കുന്ന പുളിയിൽ നാര്, അതായത് പുളിയുടെ ഞരമ്പും കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കോളോ. പിന്നെ പുളിയുടെ അളവ് പറയാനാണെങ്കിൽ ഞാനിവിടെ 200 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. ശർക്കര 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. 300 ഗ്രാം കാണാണ്ട. 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിന്റെ എളുപ്പവഴിയാണ് ഞാൻ എടുത്തത്. നിങ്ങളിത് ഇനി പിഴിഞ്ഞ് വെള്ളം ചേർത്ത് കുറുക്കി വറ്റിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. വളരെ എളുപ്പമാണ്. ഈ പുളി കുരു ഇല്ലാതെ ഇരിക്കണം, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ഒരു 2 പ്രാവശ്യം ഒരു 2 പ്രാവശ്യം ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. വലിയ കഷ്ണമുള്ള പുളിയാണെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. വെറുതെ ഒരു 2 പ്രാവശ്യം നമ്മുടെ മിക്സിയുടെ പൾസ് ബട്ടൺ ഉണ്ടല്ലോ കിറുക്കിറുന്നാക്കണത്, ഒരു 2-3 പ്രാവശ്യം കിറുക്കിറുന്ന് 2-3 പ്രാവശ്യം ആക്കിയാൽ മതി. അപ്പത്തേന് ദാഹം അങ്ങ് ഉടഞ്ഞു കിട്ടും നമുക്ക്. ഞാൻ അങ്ങനെ ആക്കിയതിന് ശേഷം കാട്ടിത്തരാം. കണ്ടോ, നമ്മുടെ പുളി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തു കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തത്. നല്ല എന്താ പറയാ, മഷി പോലെ അങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ പുളി. ഇനി നമുക്ക് ഇഞ്ചിമ്പുളി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇഞ്ചിമ്പുളി ഉണ്ടാക്കാൻ തുടങ്ങാട്ടോ. ഞാൻ അതേ മൺകുട്ടിക്കാലം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഇഞ്ചിമ്പുളി ഉണ്ടാക്കാറ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം. അതിന്റെ പിന്നാലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒരു കഷ്ണം കായം ഇതിവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഇങ്ങനെ ഒരു കായത്തിന്റെ കട്ടയാണ് ചേർത്ത് കൊടുക്കുക. ഇതില്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണോളം കായത്തിന്റെ പൊടി, മേടിക്കുന്ന പൊടിയാണെങ്കിൽ 1 സ്പൂൺ ചേർക്കണം, അല്ലെങ്കിൽ തീരെ മണ്ണുണ്ടാവില്ല. കട്ടയാണെങ്കിൽ ഇതുപോലെ ഒരു കട്ട കായം ചേർത്ത് കൊടുക്കുക. അതുപോലെ പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയുടെ പൊടി. ഇത്രയും മതി, ഒരു 1/4 ടീസ്പൂൺ മതി, അധികം ആവരുതട്ടെ. കഴിക്കും വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ കേട്ടോ വെള്ളത്തില്. ഇപ്പൊ കണ്ടോ, നമ്മുടെ ശർക്കര നല്ല ഉരുകി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ ഉരുകി. അതിലോട്ട് വലിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചതച്ചെടുത്തതാണ് കേട്ടോ. നല്ല ചതച്ചെടുക്കണം. നാടൻ ഇഞ്ചി എടുത്തോളൂ കേട്ടോ. മറ്റേ വരവിഞ്ചി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ അതിൽ ചതച്ചിട്ട വെള്ളച്ചൊവ എടുക്കും, പുളിയുടെ രസം എടുക്കുക. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നല്ല നാടൻ ഇഞ്ചി ചതച്ചത് ഒരു 4 ഇഞ്ചൊക്കെ നീളമുള്ള വലിയൊരു കഷ്ണമാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. ആ ഇഞ്ചി ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 4 എണ്ണമാണ് എടുത്തേക്കണത്, അതും ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പുളി നമ്മൾ ഇടിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ മിക്സിയിൽ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല, പുളി അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കണം. ചിലർ മുളക് പൊടി ചേർക്കും, ചേർക്കണവർക്ക് ചേർക്കാട്ടോ. ഞാൻ ചേർക്കണില്ല. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നല്ലൊന്ന് ഇതിൽ ചേർത്ത് ഇളക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി തീ കുറച്ച് വെച്ചോളൂ കേട്ടോ, നല്ല ലോ ഫ്ലെയിമിൽ വെച്ചോളൂ. അല്ലെങ്കിൽ നമ്മുടെ പുളിയൊക്കെ കുറുകി വരുമ്പോൾ പൊട്ടിത്തെറിക്കാൻ കണ്ടിട്ടില്ലേ, അതുപോലെ പൊട്ടിത്തെറിക്കും ടൊമാറ്റോക്ക്, ശ്രദ്ധിച്ചോളോ. ഈ ഒരു സമയമാകുമ്പോൾ ഇപ്പൊ ആ പുളി എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. ആ നേരത്തെ ഇതിലോട്ട് നമ്മുടെ ഇഞ്ചിമ്പുളിയിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ നേരത്തെ ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യത്തില് 1 കപ്പാണ്, പിന്നെ ഈ നേരമാകുമ്പോൾ നമ്മൾ ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടട്ടെ കേട്ടോ.
എനിക്ക് ഇതിലേക്ക് കായം പോരാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിൽ കിടന്നിട്ട് തന്നെ അതിലേക്ക് ഉരുകി പൊക്കോളും. ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ ഇപ്പുറത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്. എല്ലായിടത്തേക്കും ഇഞ്ചിയുടെയും പുളിയുടെയും ഒക്കെ ടേസ്റ്റ് എല്ലാ വശത്തേക്കും എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അതായത് നാടൻ ഇഞ്ചി ഉപയോഗിക്കുക, ധാരാളം എടുക്കുക, എന്നാലാണ് ആ പുളിയിലേക്ക് ശരിക്കും ഇഞ്ചിയുടെ ആ രസം എത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കായം വേണം കേട്ടോ ഇഞ്ചമ്പുള്ളിയിലേക്ക്, എന്നാലാണ് ഇഞ്ചമ്പുള്ളിയുടേതായ ഒരു മണവും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അത് ഈ പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഉപ്പ്, ഈ മൂന്നും കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തേക്കും ആ ഇഞ്ചിയുടെ ചൊവയൊക്കെ കറക്റ്റ്, കായത്തിന്റെ രസമൊക്കെ പുളിയിലേക്ക് കറക്റ്റ് ചെല്ലാനാണ് ഒരു 5 മിനിറ്റ് ചെറുതീയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തോളൂ. ഇത് കണ്ടോ, നല്ല കുറുകി ഇതായിട്ട് വന്നിട്ടുണ്ട്. എന്തോരം സമയം എടുത്തു നമ്മൾ? വെറും 5 മിനിറ്റ് മതി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കുറുക്കി വറ്റിക്കാനൊന്നും നിൽക്കണ്ട. ഇനി ഇത് നമുക്ക് കടുക് വറുക്കാം. നമ്മുടെ കടുക് ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 4 വറ്റൽമുളകും പിന്നെ ഒരു പിടി കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കുക, ചേർത്ത് കൊടുത്താൽ. അപ്പൊ തന്നെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. ഇത്രേ ഉള്ളൂ പണി. ഇവിടെ ഇഞ്ചമ്പുള്ളി റെഡി ആയിക്കണ്ട. തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും കേട്ടോ. അടിപൊളി. എന്നെ സംബന്ധിച്ച് ഇത്തിരി കൂടി പുളി വേണം, അല്ല മധുരം ഇത്തിരി കൂടി ആവാം. എനിക്കൊക്കെ അത്യാവശ്യം മധുരം വേണം. ചിലവര് അത്ര മധുരം ഇടില്ല ഇഞ്ചമ്പുള്ളിയില്, പക്ഷെ ഇവിടെ നല്ല മധുരം വേണം കേട്ടോ. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല കുറുകിയിരിക്കുന്ന കണ്ടോ നമ്മുടെ ഇഞ്ചമ്പുളി. ഇത്ര ഉള്ളൂ പണി. ഇപ്പൊ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളോ. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ പുളിയുടെ ആ തരിയൊക്കെ ഉണ്ടാവുമെന്ന്. ഒന്നും ഉണ്ടാവില്ല. അതിന്റെ ആ ഞരമ്പും കുരും കളയണ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, നല്ല നമ്മുടെ ഇഞ്ചമ്പുളി കുറുക്കിയെടുത്ത പോലെ തന്നെ കണ്ടോ, ഇതില് തരികളൊന്നുമില്ല. കണ്ടോ, നല്ല ഇഞ്ചമ്പുളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു വഴിയിൽ. പിന്നെ നമുക്ക് കുറുക്കി വറ്റിക്കണത് അത് ഞാൻ ഓണക്കാമ്പത്തേന് ഞാൻ എന്തായാലും ഇടാം കേട്ടോ, കറക്റ്റ് ആയിട്ടുള്ള റെസിപ്പി. പിന്നെ ഇഞ്ചി അത്യാവശ്യം വേണം. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, എൻ്റെ കൈ കൊണ്ട് ഒരു പിടി ഉണ്ടായിരുന്നു ചതച്ചത്. അത്യാവശ്യം വേണം ഇഞ്ചി, അതുപോലെ കായം, ഉപ്പ്, ഈ 3ഉം ഇതിലേക്ക് കറക്റ്റ് ആവണം. എന്നാലാണ് ഇഞ്ചമ്പുളി ആവുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി തമ്പനയിൽ കണ്ടപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവും അല്ലേ? വേറെ ഒന്നുമല്ല, നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അല്ലെങ്കിൽ ആ കിടക്കുന്ന തിണ്ടുമോഞ്ച അല്ലേ എന്റെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പുളിയുടെ ഞരമ്പുണ്ടല്ലോ, അതും ഒന്ന് കളയാനായിട്ട് ഞരമ്പ് തന്നെയല്ലേ പറയാ, ഞരമ്പല്ലേ. നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ പുളിയൊക്കെ അരച്ചിട്ട് പുളിയൊക്കെ ആവണ പുളി ഇത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ മധുരത്തിന്